വിചിത്രമായ ചില കുക്കിംഗ് പരീക്ഷണങ്ങൾ. കാണുമ്പോൾ തന്നെ വിചിത്രവും ഒപ്പം ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് കൗതുകവും തോന്നിപ്പിക്കുന്ന ചില രസകരമായ പാചക പരീക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പാചകത്തിന് എന്ത് കൗതുകം എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? പാചക രീതികളുടെ എല്ലാ കൺവെൻഷണൽ കൺസെപ്റ്റ്സും ബ്രേക്ക് ചെയ്യുന്ന സൈക്കോ വഴികളൊന്നുമല്ലെങ്കിലും ചിലതൊക്കെ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ നടക്കുവോ എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു പോകും. ഉറപ്പായും. ഫാക്സ് മോജോയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവ് എന്റർടൈനിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്പർ 10, തലതിരിഞ്ഞ പാചകം. സാധാരണയായി നമ്മൾ പാചകം ചെയ്യുന്നത് പാനിന്റെ അകത്തെ വശത്താണല്ലോ. എന്നാൽ പാനിന്റെ അടിഭാഗത്ത് ഭക്ഷണം കുക്ക് ചെയ്യുന്ന ചില കില്ലാടികളും നാട്ടിലുണ്ട്. സംഗതി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പ്രശസ്തമായ 5 മിനിറ്റ് ക്രാഫ്റ്റ് ചാനലിലാണ്. പാനിന്റെ അടിഭാഗത്ത് മാവ് മുക്കി അകഭാഗം തീയിൽ പിടിച്ച് നല്ല അടിപൊളി പാൻകേക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കുന്നതായിരുന്നു വീഡിയോ. ഈ ടെക്നിക്ക് പരീക്ഷിച്ച് വിജയിച്ച ധാരാളം ആളുകളുടെ അനുഭവങ്ങളുമുണ്ട് കേട്ടോ. നമ്പർ 9, ടാറ് കൊണ്ടൊരു കുഴിമന്തി. ടാറ് പണിക്കാർ ചുട്ടുപഴുത്ത ടാറിൽ പൊതിഞ്ഞ് ഭക്ഷണം കുക്ക് ചെയ്യുന്നത് എത്രമാത്രം രുചികരമായിരിക്കും. സാധനം ടാറ് കൊണ്ടൊരു കുഴിമന്തി തന്നെയാണ്. സുഹൃത്തുക്കളായ 2 ടാറ് പണിക്കാർ ചൂട് ടാറിൽ ഒരു ഫുൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്ന വീഡിയോ 2019 അനേകം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഫോയിലിൽ 2 പ്രാവശ്യം പൊതിഞ്ഞ് ചിക്കൻ ചൂട് ടാറിൽ പൂഴ്ത്തി ഏകദേശം 40-50 മിനിറ്റ് കൊണ്ട് അടിപൊളിയായി കുക്ക് ചെയ്തെടുക്കാമെന്നാണ് ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് തെളിയിച്ചിരിക്കുന്നത്. ചിക്കൻ മാത്രമല്ല, പൈകളും സൂപ്പും സോസേജുകളും ഒക്കെ വ്യത്യസ്ത സമയം കൊണ്ട് കുക്ക് ചെയ്യുവാൻ കഴിയും. പഴയ മനുഷ്യർ ചൂട് കല്ലുകൾ കൊണ്ട് പാചകം ചെയ്തിരുന്നത് പോലെയാണ് ഈ വിദ്യയുമെന്നാണ് ടാർ കുക്കിന്റെ ആളുകൾ പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ റോഡ് പണി ചെയ്യുന്നവർക്ക് ഈസിയായി പരീക്ഷിക്കാവുന്ന ഒരു മെത്തേഡാണെന്നതിൽ സംശയമില്ല. എന്തൊക്കെയാണെങ്കിലും ബി കെയർഫുൾ. നമ്പർ 8, വായ കൊണ്ടൊരു പാചകം. സംഭവം കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലൊരു വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പച്ചക്കറികളും മറ്റു ഭക്ഷണ സാധനങ്ങളും വാ കൊണ്ട് കടിച്ച് ഉമിനീർ ചേർത്ത് പൾപ്പാക്കി പാചകം ചെയ്യുന്ന രീതി തന്നെയാണ് വിചിത്രമായ പാചക രീതികളിലെ അതിവിചിത്രമായത്. കടിച്ചു തുപ്പി ഷെയ്ക്കും ജ്യൂസും ഫ്രൂട്ട് സാലഡും ഒക്കെ ഉണ്ടാക്കുന്ന ധാരാളം വീഡിയോകൾ യൂട്യൂബിലടക്കം ഉണ്ടെന്നറിഞ്ഞത് നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കുമല്ലോ. കത്തി ഉപയോഗിക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ വായ കൊണ്ട് മാത്രം കുക്ക് ചെയ്യുന്ന വനിതാ യൂട്യൂബറുടെ വീഡിയോകൾ ഇതിനോടകം തന്നെ ഇന്റർനെറ്റ് സെൻസേഷൻ പോലെയാണ്. സ്പൂണും കത്തിയും ഒന്നും ഉപയോഗിക്കാതെ ആപ്പിളും മിഞ്ചിയും മല്ലിയും ഉരുളക്കിഴങ്ങും ഒക്കെ കടിച്ച് ഉമിനീർ ചേർത്ത് വായിൽ തന്നെ ചവച്ച് പാചകം ചെയ്യുകയാണ്. ഭക്ഷണം നന്നായി ടേസ്റ്റ് കൂടുമെന്നാണ് മൗത്ത് കുക്കേഴ്സ് അവകാശപ്പെടുന്നത്. ഇത് കണ്ടാരും പരീക്ഷിക്കാൻ നിൽക്കണ്ട. ഇത് വായ്ക്ക് പ്രശ്നമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഉണ്ടാക്കുന്ന ഭക്ഷണം മുഴുവൻ ഒറ്റയ്ക്ക് തന്നെ അകത്താക്കാമെന്ന ഒരു ഗുണം ഈ പാചക രീതിക്ക് മാത്രമുള്ളതാണ്. നമ്പർ 7, ഈ ചിക്കന് നല്ല അടിയുടെ കുറവുണ്ട്. ഇത് ശരിക്കും നടക്കുമോ എന്ന് കാണുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഒരു കുക്കിംഗ് രീതിയെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ചിക്കന് നല്ല അടി കൊടുത്ത് കുക്ക് ചെയ്യാൻ കഴിയുമോ? കഴിയുമെന്നാണ് സ്ലാബ് കുക്കേഴ്സ് പറയുന്നത്. ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നാണ് കേട്ടോ ഈ സ്ലാബ് കുക്കേഴ്സ് തങ്ങളുടെ പുത്തൻ പാചക രീതി അവതരിപ്പിക്കുന്നത്. ഊർജം മറ്റൊരു ഊർജമാക്കുന്ന കൺവെർഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. കൈനറ്റിക് എനർജി ചൂടായി മാറ്റാൻ കഴിയുമെന്ന പ്രിൻസിപ്പിളാണത്രേ ഇവരുടെ അടിത്തറ. ശക്തമായ ഇമ്പാക്റ്റ് കൊടുക്കുവാൻ ചിക്കനെ അടിച്ചിവർ ചൂടുണ്ടാക്കിയാണ് കുക്ക് ചെയ്യുന്നത്. കൈനറ്റിക് എനർജി ചലനത്തിന്റെ ഊർജ്ജമാണ്. അതിവേഗം സഞ്ചരിക്കുമ്പോൾ കൈനറ്റിക് എനർജി സ്വാഭാവികമായും കൂടും. ഈ വലിയ വേഗ ഊർജ്ജത്തെ ചെറിയ സമയത്തിൽ ചിക്കന്റെ പുറത്ത് ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നത് വഴി ഊർജ്ജം മുഴുവൻ ചൂടായി മാറുന്നതാണ് പ്രിൻസിപ്പിൾ. മുഴുവൻ ഊർജ്ജവും ചൂടായി മാറ്റുവാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് വേഗത്തിൽ അടി കൊടുക്കുമ്പോൾ മാത്രമേ കുക്കിംഗ് നടക്കൂ. പക്ഷേ വെറുതെ ചിക്കൻ എടുത്ത് കൈകൊണ്ട് അടി അടിച്ചാൽ അത് കുക്കാകില്ല. കണക്ക് പ്രകാരം ഒരു സാധാരണ കൈ ഏകദേശം 1600 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ അടിച്ചാൽ ഒരു 55,000 ജൂൾ എനർജി ഉണ്ടാകുമെന്നാണ്. ഇത്രയും വേഗവും എനർജിയും ചെന്നാൽ ചിക്കൻ ബോംബ് പൊട്ടിത്തെറിക്കുന്നത് പോലെ ചിതറിപ്പോകും. നമുക്ക് വേണ്ടത് രുചികരമായ ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേഗവും ഇമ്പാക്റ്റും എനർജിയും വേണ്ട രീതിയിൽ ക്രമീകരിക്കുവാനുള്ള മീറ്റ് ബീറ്റർ മെഷീനുകൾ ഈ സ്ലാബ് കുക്കേഴ്സ് നിർമ്മിച്ചിട്ടുണ്ട്. കൃത്യമായും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചിക്കൻ ഇത്തരത്തിൽ അടിച്ചടിച്ച് കുക്ക് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. അടി കൊണ്ടുകൊണ്ട് ചിക്കൻ 100 ഫാരൻഹീറ്റ് വരെ എത്തുമെന്നാണ്. ലൂയിസ് വെയ്സ് എന്ന യൂട്യൂബറാണ് ഈ മീറ്റ് ബീറ്റർ മെഷീൻ ഉപയോഗിച്ച് അടിച്ചടിച്ച് ചിക്കൻ കുക്ക് ചെയ്യുന്നത് ഇന്റർനെറ്റിൽ പോപ്പുലറാക്കിയത്. ശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങളെ ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ സ്ലാബ് കുക്കേഴ്സ് കഴിഞ്ഞേ വേറെ ആരുമുള്ളൂ. ഒരു സയന്റിഫിക് കുക്കിംഗ് തന്നെയല്ലേ ശാസ്ത്രത്തിന്റെയൊക്കെ ഓരോ വളർച്ചയെ. നമ്പർ 6, കാർ ബോണറ്റ് ദോശക്കല്ലാക്കാം. നല്ല ചൂട് ബുൾസയും ഓംപ്ലേറ്റും കാറിന്റെ ബോണറ്റിൽ കുക്ക് ചെയ്യുവാൻ കഴിഞ്ഞാലോ? ഈ കാർ ബോണറ്റ് ഒരു വലിയ ദോശക്കല്ലായി സങ്കല്പിച്ചു നോക്കൂ. ഇവിടെ വിദഗ്ധർ മുട്ട പൊട്ടിച്ച് ബോണറ്റിലേക്ക് ഒഴിച്ചതിനു ശേഷം ഒഴുകി പോകുന്നത് കാണാം. ഇതിന് പരിഹാരമായി പുള്ളി ചെയ്ത ഐഡിയ കൊള്ളാം. അവിടെ കിടന്ന് ദോശക്കല്ലിൽ കിടന്ന് വേകുന്നത് പോലെ തന്നെ വെന്തോളും. ചൂട് ബുൾസൈ റെഡി.
എന്തായാലും ഒരുവിധം അത് വേവിച്ചെടുത്തു. അന്തരീക്ഷ താപനില 46 ഡിഗ്രിക്ക് മുകളിലേക്ക് പോയപ്പോഴാണ് ഇത്തരത്തിലൊരു പാചക രീതി വിജയിച്ചതും. പോരാത്തതിന് കറുത്ത നിറവും. കറുത്ത നിറമുള്ള വസ്തുക്കൾ കൂടുതൽ ചൂട് വലിച്ചെടുക്കുമെന്നാണല്ലോ. ഇങ്ങനെയാണ് മുട്ട പാചകം ചെയ്യുവാനുള്ള ചൂടിലേക്ക് എത്തുന്നത്. മാത്രമല്ല, മറ്റ് ചൂട് സ്ഥലങ്ങളിലും നിരവധി ആളുകൾ കാർ ബോണറ്റിൽ കുക്ക് ചെയ്യുന്ന വീഡിയോകൾ ഇപ്പോൾ ധാരാളമുണ്ട്. 2010-ൽ അമേരിക്കയിൽ ആരിസോണയിലും ഇത്തരത്തിൽ ബുൾസൈ ഉണ്ടാക്കിയ ആളുകളുണ്ട്. പക്ഷേ കാർ ബോണറ്റിന് പകരം കോൺക്രീറ്റ് നടപ്പാതയിലാണെന്ന് മാത്രം. ആരിസോണയിലെ വീഡിയോയുടെ ക്രെഡിബിലിറ്റി ആരും സംശയിക്കാതിരുന്നില്ല. കോൺക്രീറ്റിൽ മുട്ട കുക്കാകുന്നത് പലരെയും ആശ്ചര്യപ്പെടുത്തി. ആരിസോണയിലെ ആ വേനലിലെ ചൂട് 117 ഡിഗ്രിയാണെന്ന് കൂടി ഓർക്കണേ. എന്നിരുന്നാലും പലരും കോൺക്രീറ്റ് സ്ലാബുകൾക്ക് മുട്ട വേകുവാൻ ആവശ്യമായ ടെമ്പറേച്ചർ എത്തിക്കുവാൻ കഴിയുമോ എന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ആദ്യമേ മറ്റൊരു ഫ്ലെയിമർ ഉപയോഗിച്ച് സ്ലാബ് ചൂടാക്കിയെടുത്ത പാട്. ചിലവരുടെ ക്ലിക്കാകും, ചിലവരുടെ ക്ലിക്കാകില്ല. അങ്ങനെയല്ലേ? നമ്പർ 5, ഒരു സാൻഡ്വിച്ച് തേപ്പ് കഥ. നമുക്ക് വലിയ വിചിത്രമെന്ന് തോന്നാൻ സാധ്യതയില്ലാത്ത ഒരു പാചകരീതി ആയിരിക്കുമല്ലോ അയൺ ബോക്സ് കുക്കിംഗ്. അയൺ ബോക്സ് ചൂടാക്കി ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന വിദ്യ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ, പ്രത്യേകിച്ച് ഹോസ്റ്റൽ ജീവിതം ഒരിക്കലെങ്കിലും ലഭിച്ചവർക്ക്. ഇവിടെ ഇയാൾ ഫോയിൽ പേപ്പറുകൾ വെച്ച് ബ്രെഡിൽ ബട്ടർ എല്ലാം തേച്ച് പിടിപ്പിച്ച് കിഡിലൻ സാൻഡ്വിച്ച് റെഡിയാക്കിയെടുത്തു. ഗ്രിൽ സാൻഡ്വിച്ച് വരെ ഇങ്ങനെ തേച്ചുണ്ടാക്കാമെന്ന് ആസ്ഥാന തേപ്പുകാർ തെളിയിച്ചിട്ടുണ്ട്. പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷറിൽ ഏകദേശം 170 ഫാരൻഹീറ്റ് വരെ ചൂടുണ്ടാക്കുവാൻ കഴിയും. ചൂടുവെള്ളം കൊണ്ടാണ് ഡിഷ് വാഷറിൽ പാത്രങ്ങൾ കഴുകുന്നത്. ഇതിനൊപ്പം ഭക്ഷണം കൂടി പാചകം ചെയ്യുന്ന സ്റ്റെഫാനിയുടെ ഐഡിയ ഒരു ചാനൽ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയായിരുന്നു. ഈ വീഡിയോ പ്രീ സ്റ്റേജ്ഡും പ്ലാൻ ചെയ്ത് നടത്തിയതുമാണെന്ന് പിന്നീട് ആരോപണമുണ്ടായിരുന്നു. എന്നിരുന്നാലും ഡിഷ് വാഷറിന്റെ അകത്ത് വെച്ച് കുക്ക് ചെയ്ത സാധനങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് റിസൾട്ട് തരുന്നില്ല എന്നതാണ് സത്യം. നമ്പർ 4, ഡീപ് ഫ്രൈയിങ്. അടുത്തത് എന്താണ് ഡീപ് ഫ്രൈയിങ് ടെക്നിക്ക് എന്ന് നോക്കാം. എണ്ണയിലോ നെയ്യിലോ പൂർണ്ണമായി മുക്കി വറക്കുന്നതിനെയാണ് ഡീപ് ഫ്രൈയിങ് എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ മാർക്കറ്റിൽ വാങ്ങുവാൻ കഴിയുന്നതാണ്. ചെറിയ ഒരു ടാങ്കിൽ എണ്ണയോ നെയ്യോ നിറച്ച് അതിൽ ഭക്ഷണ സാധനം മുക്കി താഴ്ത്തി വറക്കുകയാണ് ചെയ്യുന്നത്. ബാറ്ററി ചാർജ് ചെയ്ത ഉപകരണം പ്രവർത്തിപ്പിക്കാം. നോർമൽ ഫ്രൈയിൽ നിന്നും വ്യത്യസ്തമായ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരേപോലെ ധാരാളം എണ്ണയിൽ മുങ്ങിക്കടന്ന് പൊരിയുന്നത് തണ്ണിമത്തൻ വരെയാണ്. 190 ഡിഗ്രി ചൂട് വരെ ഇതിൽ ഉണ്ടാക്കുവാൻ കഴിയും. ഒരു തണ്ണിമത്തൻ ഡീപ് ഫ്രൈ എങ്ങനെ ഉണ്ടാകും? വെള്ളം മാത്രം നിറഞ്ഞ തണ്ണിമത്തൻ നല്ല ക്രിസ്പി പൊട്ടറ്റോ ചിപ്സ് പോലെ മൊരിഞ്ഞു മൊരിഞ്ഞു വരുന്നത് നല്ല രസമായിരിക്കും അല്ലേ? അതും റെഡ് ഹോട്ട് കളറിൽ. നമ്പർ 3, ലാവ കുക്കിംഗ്. മറ്റേത് കുക്കിംഗ് രീതിയിലും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടത് ഈ ലാവ കുക്കിംഗ് ആയിരിക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഷൂസും ഗ്ലാസും ധരിച്ച് മാത്രമേ ഇത്തരം കുക്കേഴ്സ് ലാവ കൊണ്ടുള്ള പാചകത്തിന് നിൽക്കാറുള്ളൂ. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ ഒഴുകി വരുന്ന തീ മഞ്ഞ ദ്രാവകം തന്നെയാണ് ലാവ. ഇത് നമുക്ക് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് ഫാക്ടറികളിലും ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഒരു പാനിലൂടെ ഒഴുകി വരുന്ന ചൂട് ലാവയുടെ മുകളിൽ ഗ്രിൽ വെച്ച് അതിന് മുകളിൽ മീറ്റ് സ്റ്റീക്ക് പാചകം ചെയ്തെടുക്കുന്ന ഫാക്ടറി തൊഴിലാളികളുടെ വീഡിയോ ആണ് ലാവ കുക്കിങ്ങിന്റെ ഹൈലൈറ്റ്. മാംസം പാചകം ചെയ്യുവാൻ തക്ക ചൂട് ലാവയിൽ നിന്നും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാകുന്നതാണ്. മോൾട്ടൻ സ്റ്റേജിലുള്ള ഇരുമ്പോ മറ്റ് ലോഹങ്ങളോ ഇത്തരം ചൂടുണ്ടാക്കുന്നതാണ്. കനലിൽ വെച്ച് പാചകം ചെയ്യുന്ന നമ്മുടെ പഴയ നാട്ടു രീതിയുടെ മോഡേൺ ലിക്വിഡ് വെർഷൻ ആയിരിക്കുമോ ഇത്? നമ്പർ 2, ഹെയർ ഡ്രയർ ഹാക്ക്. പൂർണ്ണമായും ഒരു പാചകരീതി അല്ലെങ്കിലും പാചകത്തിന് മുൻപ് ചെയ്യാവുന്ന ഒരു പരീക്ഷണ രീതിയാണ് ഹെയർ ഡ്രയർ ഹാക്ക്. ഇനി മുതൽ ചിക്കൻ തുടങ്ങിയ മാംസഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യുമ്പോൾ മുടിയിൽ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ കൊണ്ട് ആദ്യം ഡ്രൈ ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്ത് നോക്കൂ. ചിക്കന്റെ മൊരിയും ക്രിസ്പിനെസ്സും നന്നായി കൂടുന്നത് കാണാം. കാരണം ഹെയർ ഡ്രയർ ആദ്യമേ തന്നെ ചിക്കന്റെ ജലാംശവും മോയ്സ്ചറും നന്നായി വലിച്ചെടുക്കുമെന്നതാണ്. ജലാംശം കുറയുന്നതുകൊണ്ട് തന്നെ പാചകം ചെയ്യുമ്പോൾ മാംസം കൂടുതൽ ക്രിസ്പിയും രുചികരവുമാകുന്നതാണ്. ചിക്കൻ മാത്രമല്ല, മുട്ടയും നമുക്ക് വെറും ഹെയർ ഡ്രയർ ഉപയോഗിച്ച് തന്നെ കുക്ക് ചെയ്യാം. പാനിലേക്ക് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഹെയർ ഡ്രയർ പിടിച്ചാൽ മതി. മുട്ട വെന്തു വരുന്നത് നമുക്ക് കൺമുന്നിൽ തന്നെ കാണാം. പക്ഷേ ഇവ വേകുന്നത് ഉണങ്ങിപ്പിടിക്കുന്ന രീതിയിലാണ്. നമ്പർ 1, ഡാഷ്ബോർഡിലെ പാചകം. വേനൽക്കാലത്ത് അല്പം നേരം പുറത്ത് പാർക്ക് ചെയ്തിട്ടാൽ കാറിനകത്തുണ്ടാകുന്ന ചൂട് നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഈ ചൂട് ഉപയോഗിച്ച് കുക്കീസ് ബേക്ക് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? പക്ഷേ പുറത്ത് ചില്ലറ ചൂടൊന്നും പോരാ കേട്ടോ. ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്ന സമയം നോക്കി ഏകദേശം ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ നിന്ന് കാർ ഡാഷ്ബോർഡിൽ ബേക്കിംഗ് നടത്താമെന്ന് തെളിയിച്ച പാചക വിദഗ്ധർ ഇവിടെയുണ്ട്. ഒരു 190 ഫാരൻഹീറ്റ് ചൂട് വരെ, അതായത് 87 ഡിഗ്രി സെൽഷ്യസ് വരെ കാറിന്റെ ഉള്ളിൽ 4 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണമെന്ന ടാസ്ക് മാത്രമേ ഡാഷ്ബോർഡ് കുക്കേഴ്സ് നേരിടുന്നുള്ളൂ. ഡാഷ്ബോർഡിൽ കുക്ക് ചെയ്യുമ്പോൾ
ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കാറിന്റെ ഡോർ തുറന്ന് ചൂട് കളയരുതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഫാക്സ് മോജോയുടെ ഇന്നത്തെ രസകരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും പറയേണ്ടതില്ലല്ലോ. കൂടാതെ ഇത്തരത്തിലുള്ള മറ്റ് വിചിത്രമായ കൗതുകമുണർത്തുന്ന പാചക രീതികൾ നിങ്ങൾ കമന്റ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചത് തന്നെ ആകണമെന്നില്ല കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഫാക്സ് മോജോയുടെ മറ്റൊരു കിടിലൻ എപ്പിസോഡിനു വേണ്ടി കാത്തിരിക്കുക. അതുവരേക്കും നന്ദി.